യുദ്ധം മുനമ്പിലാണ് പശ്ചിമേഷ്യ. പോർവിളിയുമായി ഇസ്രായേൽ, മറുവശത്ത് ഇറാൻ. ഇസ്രായേലിന്റെ ഓരോ നീക്കത്തിനും ഉറച്ച പിന്തുണ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ. അറബ് രാജ്യങ്ങൾ എത്രമാത്രം ഇറാനെ പിന്തുണയ്ക്കുമെന്ന ചോദ്യവും ഒരു വശത്ത്. ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ സംഘർഷം ഇനിയൊരു തീപ്പൊരി ചിതറിയാൽ വലിയൊരു യുദ്ധമായി തന്നെ മാറിയേക്കാം. ലോകരാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ നിതാന്ത ജാഗ്രതയിലാണ്. ആണവായുധങ്ങൾ കൈവശമുള്ള ഇരു രാജ്യങ്ങളുടെയും യുദ്ധം കൈവിട്ടു പോയാൽ എന്താകും സ്ഥിതി എന്ന സംശയം പോലും ഭയാനകമാണ്. ഇപ്പോൾ റോക്കറ്റും മിസൈലും കൊണ്ട് ഭീതിയുണ്ടാക്കി നാളെ ഒരു പക്ഷേ ആണവായുധം ഉപയോഗിക്കുമോ ഇറാൻ എന്ന ചോദ്യം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇസ്രായേലിന് ഭീഷണികൾ പുത്തരിയല്ല. കാരണം അവരുടെ അതിർത്തിക്ക് ചുറ്റും എന്നും ശത്രുക്കളാണ്. പലസ്തീനിൽ ഹമാസുകൾ, ലെബനണിൽ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെ ഇറാൻ പിന്തുണയ്ക്കുന്ന സൈന്യം എന്നിങ്ങനെ പലരും. ഇവർക്കെല്ലാം രാഷ്ട്രീയമായും സാങ്കേതികമായും സൈനികമായും എല്ലാം ടെഹ്റാനിൽ നിന്ന് ലഭിക്കുന്നത് പരിധികളില്ലാത്ത സഹായമാണ്. ചുരുക്കി പറഞ്ഞാൽ ശത്രുക്കളുടെ മധ്യത്തിലാണ് ഇസ്രായേൽ. എന്നിട്ടും എന്തുകൊണ്ട് ഇസ്രായേൽ തിരിച്ചടിക്കുന്നില്ല എന്ന ചർച്ചയും ലോകത്ത് വളരെ സജീവമാണ്. എന്താണ് ഈ സാഹചര്യത്തിലേക്ക് വഴിവെച്ചത് എന്ന് ചോദിച്ചാൽ അതിന് ദശാബ്ദങ്ങളുടെ ചരിത്രമുണ്ട്. എന്തായാലും ഇപ്പോഴത്തെ പ്രകോപനം എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ മാസം 1-നായിരുന്നു അത്. സിറിയൻ തലസ്ഥാന പട്ടണമായ ഡമസ്കസിലെ ഇറാൻ കോൺസുലേറ്റ് കോംപ്ലക്സിൽ നടന്ന ഉഗ്ര ആക്രമണം. അത് തന്നെയാണ് പ്രധാന കാരണം. ഇറാന്റെ 4 സൈനിക ഉപദേഷ്ടാക്കളും 2 തലമുതിർന്ന കമാൻഡർമാരും ഉൾപ്പെടെ 13 പേരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇന്ന് വരെ ഈ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെന്നുള്ളതാണ്. പക്ഷേ ഇറാനെ പിന്തുണയ്ക്കുന്നവരും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നവരും നിഷ്പക്ഷത പാലിക്കുന്നവരും എല്ലാം അങ്ങനെ വിശ്വസിക്കുന്നു. എന്തായാലും ആയത്തുള്ള അലി ഖമനേനി എന്ന പരമോന്നത നേതാവിന്റെ വാക്കുകൾക്ക് അത്രമേൽ വില കൽപ്പിക്കുന്ന ഇറാൻ ഇസ്രായേൽ എന്ന ജൂതരാഷ്ട്രത്തിന് തിരിച്ചടി നൽകുക തന്നെ ചെയ്തു. 1979 മുതലുള്ള ചരിത്രമുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഈ പോർവിളിക്ക്. പക്ഷെ ആദ്യമായാണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ 13-ന് നേരിട്ടുള്ള ഒരാക്രമണം. ആക്രമണത്തിൽ ഇറാൻ 100 കണക്കിന് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു. ഇറാൻ വിക്ഷേപിച്ച 331 മിസൈലുകളിലും ഡ്രോണുകളിലും 85 കാമിക്കേസ് ഡ്രോണുകളും 36 ക്രൂയിസ് മിസൈലുകളും ഒപ്പം 110 ബാലിസ്റ്റിക് മിസൈലുകളിൽ 103 എണ്ണവും വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അവകാശപ്പെട്ടു. ഈ സാഹചര്യത്തിൽ തിരിച്ചടിക്ക് പകരം ഇറാൻ വിക്ഷേപിച്ച ഭൂരിഭാഗം ഡ്രോണുകളും മിസൈലുകളും വിജയകരമായി തടസ്സപ്പെടുത്തിയത് ഇസ്രായേൽ വിജയം ആണെന്ന് തന്നെ പറയാം. പ്രതിരോധ സംവിധാനങ്ങളുടെ മികവ് ഇസ്രായേൽ തെളിയിച്ചു കഴിഞ്ഞു. ഇസ്രായേലിനുള്ള മറുപടി കൊടുത്തെന്നും തുടരാൻ ഉദ്ദേശമില്ലെന്നും ടെഹ്റാനും പ്രഖ്യാപിച്ചു. എന്നാൽ സായുധസേന സജ്ജമാണെന്നും ഇസ്രായേൽ പ്രതികരിക്കുകയാണെങ്കിൽ തിരിച്ചടി വളരെ വലുതായിരിക്കുമെന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശരിക്കും പാശ്ചാത്യ ശക്തികൾ ഉൾപ്പെടാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ ഇറാൻ മിടുക്ക് കാണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. കാര്യം ഇറാൻ ഹൈപ്പർസോണിക് അല്ലെങ്കിൽ തങ്ങളുടെ അത്യാധുനിക മിസൈലുകൾ ഒന്നും ഇസ്രായേലിന് നേരെ പ്രയോഗിച്ചിട്ടില്ല. ഇസ്രായേലിന് കാര്യമായ നാശനഷ്ടം വരുത്താൻ ഇറാൻ ശ്രമിച്ചാൽ ഇസ്രായേലിന് EMP അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് പൾസ് അഥവാ വൈദ്യുത കാന്തിക പൾസ് ബോംബ് ഉപയോഗിക്കാനാകും. ഇറാനെ നിലംപരിശാക്കാനും സാധിക്കും. എന്നാൽ ഇറാൻ ആക്രമണം നടത്തിയതിന് രാജ്യം പ്രതികരിക്കുമെന്ന് ഇസ്രായേൽ സൈനിക മേധാവി തിങ്കളാഴ്ച പറഞ്ഞതിന് പിന്നാലെ ഇസ്രായേൽ തിരിച്ചടിക്കരുതെന്ന് ലോക നേതാക്കൾ ആവശ്യപ്പെട്ടു. അതായത് ആക്രമണത്തിന് ഉചിതമായ പ്രതികരണത്തിനായി ഇസ്രായേൽ തിരയുമ്പോഴാണ് ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദം ഇസ്രായേലിന്റെ മേൽ വന്നിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾ ഒഴിവാക്കാൻ എല്ലാ കക്ഷികളും സംയമനം പാലിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഋഷി സുനക്കും ഇസ്രായേലിനെ ബോധ്യപ്പെടുത്താൻ പാരീസ് ശ്രമിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പറഞ്ഞു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര പിന്തുണയില്ലാതെ യുദ്ധം വിപുലീകരിക്കുന്നത് സാധ്യമല്ല. ഗാസ മുനമ്പിൽ ഹമാസ് പോരാളികൾക്കെതിരെ ഇസ്രായേലിന്റെ 6 മാസത്തെ യുദ്ധത്തിലുടനീളം ഇസ്രായേലും ഇറാനും ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത് തന്നെ ഇറാൻ പിന്തുണയുള്ള ഹമാസും ഇസ്ലാമിക് ജിഹാദും ഒക്ടോബർ 7-ന് അതിർത്തി കടന്നുള്ള ആക്രമണം നടത്തി ഇസ്രായേലിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിനെ തുടർന്നാണ്. അതുപോലെ ഗാസയിലെ ഇസ്രായേൽ ആക്രമണം വ്യാപകമായ നാശം വിതയ്ക്കുകയും 33,000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ത്യയുമായി എങ്ങനെ സംഭവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു, ഇന്ത്യക്ക് ഉണ്ടാകാവുന്ന ആഘാതം എന്തൊക്കെയെന്ന് പരിശോധിക്കാം. 2022-ലെ കണക്കനുസരിച്ച് ഇസ്രായേൽ നിർമ്മിത പടക്കോപ്പുകളുടെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ. റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ 2ാമത്തെ സൈനിക ഉപകരണ ദാതാക്കളാണ് ഇസ്രായേൽ. ഇരുവർക്കും ഇടയിൽ നിരവധി പ്രതിരോധ സംയുക്ത സംരംഭങ്ങളുമുണ്ട്. ഇവർ I2U2 അതായത് ഇന്ത്യ ഇസ്രായേൽ US UAE തന്ത്രപരമായ ഗ്രൂപ്പിന്റെ ഭാഗവുമാണ്.
എന്നാൽ ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്ന രണ്ടാമത്തെ വലിയ രാജ്യമാണ് ഇറാൻ. തൽഫലമായി ഇറാനിന്റെ എണ്ണ വാതക വ്യവസായങ്ങളിലെ ഏറ്റവും വലിയ വിദേശ നിക്ഷേപകരിൽ ഒരാളാണ് ഇന്ത്യ. അതേസമയം ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ ഇന്ത്യ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇന്ത്യക്ക് ഇറാനിൽ അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ താൽപ്പര്യങ്ങളുണ്ട്. ഇന്ത്യയുടെ സാമ്പത്തിക സഹായത്തോടെയാണ് സരഞ്ചനും ഡെലറാമിനും ഇടയിലുള്ള ഹൈവേ നിർമ്മിക്കുന്നത്. ചബഹാർ തുറമുഖത്തിന് ഇറാനും ഇന്ത്യയും സംയുക്തമായി ധനസഹായം നൽകിയിട്ടുണ്ട്. ചബഹാർ തുറമുഖം ഇറാനിലെയും മധ്യേഷ്യൻ സംസ്ഥാനങ്ങളിലെയും എണ്ണവാതക സ്രോതസ്സുകളിലേക്ക് ഇന്ത്യക്ക് പ്രവേശനം നൽകും. അങ്ങനെ ചെയ്യുന്നതിലൂടെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ഗ്വാദർ തുറമുഖം നിർമ്മിക്കുന്ന ചൈനയുമായി മത്സരിക്കാനാകുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുമുണ്ട്. റഷ്യയുമായും യൂറോപ്പുമായും വ്യാപാരം നടത്തുന്നതിനുള്ള ഒരു പ്രധാന കേന്ദ്രമായി ബന്ദർ അബ്ബാസ് തുറമുഖത്തെ നിലനിർത്തിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കും ട്രാൻസ്ഷിപ്മെന്റിനായി ചബഹാറിനെ ഉപയോഗിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നുണ്ട്. ഇന്ത്യയും ഇറാനും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം മുംബൈയെ സെയിന്റ് പീറ്റേഴ്സ്ബർഗുമായി ബന്ധിപ്പിക്കുന്ന ഒരു മൾട്ടി മോഡൽ ഗതാഗത ലിങ്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്ത്യ, റഷ്യ, ഇറാൻ, യൂറോപ്പ്, കോക്കസസ്, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ ചരക്ക് നീക്കുന്നതിനുള്ള കപ്പൽ റെയിൽ റൂട്ടാണ് നോർത്ത് സൗത്ത് ട്രാൻസ്പോർട്ട് കോറിഡോർ. നിർദ്ദിഷ്ട ഇന്ത്യ പശ്ചിമേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി ബന്ധം ഒരു പുതിയ തലത്തിൽ എത്തിക്കും. ഇത് കഴിഞ്ഞ G20 ഉച്ചകോടിയിൽ വലിയ അഭിമാന പദ്ധതിയായി പ്രഖ്യാപിച്ചതാണിത്. ഇറാൻ ഇസ്രായേൽ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള യാത്രാമധ്യേ ഹോർമസ് കടലിടുക്കിൽ വെച്ച് IRGC നാവികസേന പോർച്ചുഗീസ് പതാകയുള്ള ഇസ്രായേലി വാണിജ്യ കപ്പൽ പിടിച്ചെടുത്തു. 17 ഇന്ത്യൻ പൗരന്മാരാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇവരുടെ മോചനം സംബന്ധിച്ച ചർച്ചകൾ നടന്നു വരികയാണ്. പശ്ചിമേഷ്യയിലെ സമാധാനം ഇന്ത്യക്ക് പല കാര്യങ്ങളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യ എല്ലാ വിധത്തിലും എന്നും തീവ്രത കുറയ്ക്കലിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു.